സുഖമാണെന്നറിയോ, നമ്മളെ മത്ത് പിടിപ്പിക്കുന്ന രീതിയിലുള്ള സുഖമായിരുന്നു ആ മിഠായി കഴിച്ചിട്ട്. ഞാൻ എപ്പോഴും കഴിക്കാനായിട്ട് അതെടുക്കും. നിന്റെ പരീക്ഷ പേടിയൊക്കെ ഇപ്പൊ മാറിയോ? ഇപ്പൊ എല്ലാം മാറി. ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ എന്തൊക്കെ വഴികളാ ഉള്ളേ, ഞാൻ പറഞ്ഞില്ലേ. നീ അപ്പോഴും ടെൻഷൻ അടിച്ചോണ്ടിരിക്കുവല്ലായിരുന്നു. എല്ലാം മാറിയില്ലേ? ഇപ്പൊ എല്ലാം നല്ല സുഖമല്ലേ മിഠായി കഴിക്കുന്നത്? നല്ല സുഖമാണ്, എന്നും വേണമെന്ന് തോന്നുവാണ്. ആണോ? അതൊക്കെ അങ്ങ് മാറിക്കോളും. നീ ഇപ്പൊ എന്റെ ജീവിതത്തിലെ എല്ലാ ടെൻഷനും മിഠായി കഴിക്കുന്നത്. നീ നേരത്തെ ഉപയോഗിച്ച ലഹരിയേക്കാൾ കൂടുതൽ ലഹരി നിനക്ക് ഇതിൽ നിന്നും കിട്ടും. കോളേജ് സ്റ്റാഫ് പിടിയിൽ. കോളേജിന് സമീപമുള്ള പലചരക്ക് കടയുടെ മറവിൽ വർഷങ്ങളായി നടന്നു വന്നിരുന്ന ലഹരി മാഫിയാണ് ഇപ്പോൾ പിടിയിലായത്. ഇന്നലെ ലഭിച്ച രഹസ്യ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണത്തിലാണ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന് ഇവരെ പിടികൂടാനായതെന്ന് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. നമ്മളെല്ലാവരും വലിയൊരു ദുരന്തത്തിന് ഏർപ്പെട്ടിരിക്കുകയാണ്. എല്ലാവരും അതിന് സങ്കടത്തിലാണെന്ന് എനിക്കറിയാം. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇനി എന്ത് ശ്രദ്ധിക്കുക, നിങ്ങൾ ലഹരിയോട് നോ പറയാൻ പഠിക്കുക. നിങ്ങളുടെ ജീവിതം തന്നെ നിങ്ങളൊരു ലഹരിയാക്കി മാറ്റാൻ ശ്രമിക്കുക. മറ്റു ലഹരികളെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഒഴിവാക്കി വിടാൻ ശ്രമിക്കുക. നിങ്ങൾ ഉപയോഗിക്കില്ല എന്ന് പ്രതിജ്ഞയെടുക്കുന്നത് പോലെ തന്നെ മറ്റുള്ളവർ അത് ഉപയോഗിക്കുന്നത് തടയും എന്നും നിങ്ങൾ എന്ത് ചെയ്യുക, പ്രതിജ്ഞയെടുക്കുക. അപ്പോൾ നിങ്ങൾ അതിന്
ആഗ്രഹിക്കുക അല്ലേ? അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? സേ നോ ടു ഡ്രഗ്സ്. സമകാലിക കാലഘട്ടത്തിൽ ലഹരിയുടെ അമിത ഉപയോഗം മൂലം പൊലിഞ്ഞു പോകുന്ന ജീവനുകൾ നിരവധിയാണ്. ആ കിളിയിൽ പലപ്പോഴും അകപ്പെടുന്നത് വിദ്യാർത്ഥികളും യുവാക്കളുമാണ്. മനുഷ്യന്റെ സ്വാഭാവിക അവസ്ഥയെ മാറ്റിമറിക്കാൻ കഴിവുള്ള പ്രകൃതിജന്യമോ കൃത്രിമമോ ആയ ലഹരി പദാർത്ഥങ്ങളെ നാം പാടെ ഉപേക്ഷിക്കണം. ഇവയുടെ ഉപയോഗം മൂല്യവത്തായ ജീവിത വിശുദ്ധി ഇല്ലായ്മ ചെയ്യുകയും ജീവിതത്തെ തകർക്കുകയും ചെയ്യുന്നു. ലഹരിമുക്ത നവകേരളം സൃഷ്ടിച്ചെടുക്കുന്നതിനായി ജാതി മത വർഗ വർണ്ണ ലിംഗഭേദമില്ലാതെ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കാം. ലഹരിമുക്ത നാളേക്കായി അണിചേരാം. സേ നോ ടു ഡ്രഗ്സ്.